ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ വീട് ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അങ്ങനെ ഒരുപാട് ഡീപ്പ് ക്ലീനിങ് അല്ല, എന്നാലും ഒരുപാട് പൊടിയൊക്കെ പിടിച്ചു തുടങ്ങി. അപ്പോൾ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്കാണെങ്കിൽ ക്ലീൻ ചെയ്യാൻ തുടങ്ങിയാൽ ഞാൻ അത് ഫുള്ളായിട്ട് ഞാൻ ചെയ്ത് തീർക്കും. എനിക്ക് അല്ലെങ്കിൽ ഒരു മെൻ്റലി സാറ്റിസ്ഫൈഡ് അല്ലാത്ത പോലെ തോന്നും. അപ്പോൾ റൂമൊക്കെ ഒന്ന് അടിച്ച് ലൈസോളൊക്കെ ഇട്ട് നല്ലതുപോലെ തുടച്ച് ഓരോ റൂമും തുടച്ചെടുക്കാം. അതുപോലെ ഫാനിലും ഒക്കെ പൊടിയായിരുന്നു. അപ്പോൾ ഫാനിലൊക്കെ ഒരുപാട് പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ലാഡറൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ചെയറൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കയറി തുടച്ചു. അതുപോലെ എല്ലാം ക്ലീൻ ചെയ്തു. ബെഡ്ഷീറ്റൊക്കെ പുതിയത് വിരിച്ചു. അപ്പോൾ ഇങ്ങനെ ഫുള്ളും ക്ലീൻ ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷനാണ്. അതുപോലെ മാറ്റൊക്കെ പഴയത് മാറ്റി പുതിയത് ഇട്ടു. അതുപോലെ സോഫയൊക്കെ അതുപോലെ വേറെ ഷീറ്റ് വിരിച്ചു. അതുപോലെ അടുത്തതായിട്ട് സിങ്ക് ക്ലീൻ ചെയ്യാൻ ഒരു ദിവസം ഇടവിട്ട് എപ്പോഴും ഞാൻ സിങ്ക് ക്ലീൻ ചെയ്യാറുണ്ട്. അപ്പോൾ മോർണിംഗ് എനിക്ക് തിരക്കാണെങ്കിൽ കൂടി ഞാൻ ഈവനിങ് ഞാൻ ചെയ്യാറുണ്ട്. എനിക്ക് സിങ്ക് എപ്പോഴും സിങ്കും അതിൻ്റെ അടുത്തുള്ള പൈപ്പ് എപ്പോഴും ഭയങ്കര ക്ലീനായി അതുപോലെ എന്താ പറയുക വെട്ടിത്തിളങ്ങുന്നത് പോലെ കിടക്കണം. അപ്പോൾ ഫുള്ളും ഒരു പൊടിയും അല്ലെങ്കിൽ ഒരു വേസ്റ്റൊന്നുമില്ലാതെ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യുകയാണ്. ജസ്റ്റ് സോപ്പ് ഇട്ടിട്ടാണ് ഞാൻ ചെയ്യുന്നത്. പൈപ്പിൻ്റെ ഭാഗത്തും എല്ലാം ഫുള്ളും ക്ലീൻ ചെയ്തെടുക്കുകയാണ്. എനിക്ക് എവിടെയെങ്കിലും ഒന്ന് കറ പിടിച്ച പോലെ തോന്നിയാൽ തന്നെ ആകെ ഒരു വൃത്തിയില്ലല്ലോ തോന്നിയിട്ട് വീണ്ടും ഞാൻ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഫുള്ളും ക്ലീൻ ചെയ്തിട്ടുള്ള ഒരു ഭാഗമാണ്. നല്ല വൃത്തിയായി കിടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ തന്നെ മൈൻഡിന് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷനാണ്. അതുപോലെ തന്നെ വാഷ് ബേസ് ഫുള്ളും എത്ര തന്നെ നമ്മൾ ക്ലീൻ ചെയ്താലും അതിൻ്റെ മുക്കിലൊക്കെ ചെറിയ അഴുക്കൊക്കെ വന്ന് പറ്റിപ്പിടിക്കും. അപ്പോൾ ആവശ്യമില്ലാത്തൊരു ബ്രഷ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇട്ട് സൈഡും ഒക്കെ ഒന്ന് നല്ലോണം ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യുമായിരുന്നു. ഡെയിലി യൂസ് ചെയ്യുന്നത് കൊണ്ട് ഇവിടെയും ഞാൻ ഒരു ദിവസം ഇടവിട്ട് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ മിററും നല്ലതുപോലെ തുടച്ച് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ദിവസം ഇടവിട്ടാണ് ഡ്രസ്സൊക്കെ അലക്കാറ്. അപ്പോൾ ഡ്രസ്സൊക്കെ അലക്കാനിട്ടു. അതുപോലെ ബാൽക്കണി എപ്പോഴും വിചാരിക്കും ഇവിടെ ഞാൻ കുറച്ച് ചെടികളൊക്കെ വെക്കാമെന്ന് പറഞ്ഞിട്ട് പ്ലാൻ ചെയ്തതാണ്. പക്ഷെ ഇപ്പോൾ ഒന്നും നടന്നില്ല. അതിന് പകരം ഇപ്പോൾ ഡ്രസ്സൊക്കെ അലക്കിയ ഡ്രസ്സൊക്കെ ഇവിടെ ഇടുന്നു. അപ്പോൾ ഇവിടെയൊക്കെ നന്നായി ഒന്ന് പൊടി പിടിച്ചിട്ടുണ്ട് അത്യാവശ്യം. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുത്തു. അപ്പോൾ ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷമുള്ളൊരു വീഡിയോ ആണിത്. നല്ല ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ട്രോളിയിലും ഒക്കെ പൊടി പിടിച്ചിട്ടുണ്ടായിരുന്നു. അതും വൃത്തിയാക്കി എടുത്തു. എല്ലാം വൃത്തിയാക്കി കഴിയുമ്പോഴേക്കും ചിക്കു ബക്കറ്റിൽ കയറി കളിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ പിന്നെ വീണ്ടും പെട്ടെന്ന് അവളെ കുളിപ്പിച്ച് റെഡിയാക്കി കുറച്ച് നേരം പുറത്ത് കളിപ്പിച്ചു. അവൾക്ക് ബോളൊക്കെ കൊടുത്തപ്പോൾ കുറച്ച് നേരം അവൾ കളിക്കാനായിട്ട് തുടങ്ങി. ഞാൻ അധികം പുറത്ത് കളിക്കാൻ വിടാറില്ല ചിക്കുവിനെ. അവളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒരു ½ മാക്സിമം പോയ ഒരു മണിക്കൂറേ ഞാൻ വിടാറുള്ളൂ. അതിൻ്റെ ഉള്ളിൽ കയറ്റാറുണ്ട്. അതുപോലെ ഇന്ന് ഫ്രണ്ട്സൊന്നും ഇല്ല. പിന്നെ അവൾ കുറച്ച് നേരം കളിച്ച് ബോറടിച്ചപ്പോൾ സൈക്കിൾ വേണമെന്നായി. പിന്നെ സൈക്കിളൊക്കെ എടുത്തു കൊടുത്തു. പെട്ടെന്ന് തന്നെ കളിയൊക്കെ മതിയാക്കി സൈക്കിൾ എടുത്ത് വെച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു കുഞ്ഞു വീഡിയോ.